ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ പുത്തുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചെന്നൈ പാർക്ക് സ്റ്റേഷനിൽ നിൽക്കുന്നത്. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ താമ്പരത്ത് പോയി ജസ്റ്റ് തിരിച്ച് വന്ന് ചെന്നൈ പാർക്ക് സ്റ്റേഷനിലാണ്. പാർക്ക് സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് പോകാൻ പോകുന്നുള്ളൂ. നമ്മൾ വന്ന ട്രെയിൻ ജസ്റ്റ് നമ്മൾ വിട്ടിട്ട് പോയി. നമുക്ക് ബാക്കി വിഷ്വൽസ് പുറത്തിറങ്ങിയിട്ട് കാണാം. എന്നാൽ പുറത്തോട്ട് പോകാം. പാർക്ക് സ്റ്റേഷനാണ്. പാർക്ക് സ്റ്റേഷനിൽ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്ക് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമൊക്കെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമൃത് ഭാരത് സ്കീമെന്ന് തോന്നുന്നു. അതുപോലെ 4th and 5th ലൈനിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ അവിടെ നടക്കുന്നതാണ്. നടക്കുന്ന 4th and 5th ലൈനിൻ്റെ ഭാഗമാണ്. ഇപ്പുറത്ത് നടക്കുന്നത് പ്ലാറ്റ്ഫോം റീഡെവലപ്മെൻറ്റാണ്. സ്റ്റേഷൻ്റെ ഫ്രണ്ടൊക്കെ റീഡെവലപ്മെൻറ്റാണ്. ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ്. നമുക്കെന്നാൽ എഗ്മോറിലേക്ക് നമുക്കെന്നാൽ നമ്മുടെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് കിടക്കാം. പറഞ്ഞ പാർക്ക് സ്റ്റേഷനിൽ ഒരുപാട് റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട്. കണ്ടോ, ഇത് പ്ലാറ്റ്ഫോം 1 ആണ്. ഇവിടെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. നമുക്കിവിടെ നേരെ ട്രാക്ക് ക്രോസ് ചെയ്ത് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകാം. റോഡ് ക്രോസ് ചെയ്ത് നമുക്കിവിടുന്ന് ഈ അണ്ടർ പാസ് വഴി കയറി കഴിഞ്ഞാൽ നേരെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്താം. സെൻട്രൽ സ്റ്റേഷൻ അപ്പുറത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ എസ്കലേറ്റർ വഴി കയറി നമുക്ക് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകാം. അവിടെ കാണുന്നുണ്ട് സെൻട്രൽ സ്റ്റേഷൻ. ആ കാണുന്നതാണ് സെൻട്രൽ സ്റ്റേഷൻ. ബാക്കിൽ ഇത് നേരെ അണ്ടർ പാസിലേക്ക് പോകുന്നതാണ്. ബാംഗ്ലൂരിലെ മറ്റേ മെജസ്റ്റിക്കിൻ്റെ അവിടുത്തെ അണ്ടർ പാസ് പോലെയല്ല, നല്ല വെല്ലിറ്റും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മെട്രോ സ്റ്റേഷനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫുട്ഓവർ ബ്രിഡ്ജ് അണ്ടർ പാസ് കടന്ന് നമ്മളിതാ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ റെഡ് ബിൽഡിങ്ങാണ് സെൻട്രൽ സ്റ്റേഷൻ. ഇപ്പുറത്തുള്ളത് സബർബൻ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ആ റെഡ് ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നായിരുന്നു വന്നത്. അപ്പുറത്താണ് പാർക്ക് സ്റ്റേഷൻ. പാർക്ക് ടൗൺ ഇപ്പോൾ നിലവിലില്ല. തൽക്കാലം ചെന്നൈ പാർക്ക് മാത്രമേ ഉള്ളൂ. പാർക്ക് ടൗൺ അവർ പൊളിച്ചിട്ട് അവിടെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വൈറ്റ് ബിൽഡിംഗ് സബർബനാണ്. നമുക്ക് പോകേണ്ടത് മറ്റേലേക്കാണ്. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്, നമ്മളിന്നിപ്പോൾ ഇവിടുന്ന് 5:30 പുറപ്പെടുന്നൊരു ട്രെയിനിൽ നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് നേരിട്ട് നാട്ടിലേക്കല്ല, ഒരു ചെറിയൊരു ട്വിസ്റ്റ് നമ്മുടെ കഥയിലുണ്ട്. നമ്മളിവിടുന്ന് 12027 ചെന്നൈ സെൻട്രൽ KSR ബംഗളൂരു ശതാബ്ദി എക്സ്പ്രസ്സിന് ബാംഗ്ലൂരിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ എന്നാൽ ഉള്ളിലേക്ക് പോകാം. ചെന്നൈ സ്ക്വയർ നല്ല ഭംഗിയല്ലേ ചെന്നൈ സ്ക്വയർ കാണാൻ. അടിപൊളിയായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ റൂഫിങ് സൂപ്പർ ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ ആ ക്രീപ്പേഴ്സൊക്കെ ഉണങ്ങിപ്പോയി. ക്രീപ്പേഴ്സ് കൊണ്ട് നിങ്ങൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഒരു സൂപ്പർ ലുക്ക് കിട്ടിയതിന്. നമ്മൾ കടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് സെൻട്രൽ സ്റ്റേഷൻ ഫ്രണ്ടിലേക്കാണ്. ഇതാണ് പുരേക്ഷി തലൈവർ മരുദൂർ ഗോപാലൻ രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പുരേക്ഷി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ. ഇതാണ് സംഭവം. ഇവിടെയാണ് റെയിൽ കോച്ച് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇനി ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ബാക്കിയുള്ള റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റിലൊന്നും കയറുന്നില്ല. പകരം ഞങ്ങൾ നേരെ ഉള്ളിൽ AC വെയിറ്റിംഗ് റൂമിൽ വല്ലതും പോയിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. തീരെ വയ്യ, നല്ല ചൂട്. നമ്മൾ കേരളത്തിലേക്ക് വെച്ച് പോകുമ്പോൾ ഇവിടെ ഭയങ്കര ചൂട്. അപ്പോൾ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ കുറച്ച് നേരം. എന്നാൽ പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോകാം. സെൻട്രൽ സ്റ്റേഷൻ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ A to B ഉണ്ട്. മുകളിൽ സ്റ്റാർ ബിരിയാണി വന്നിട്ടുണ്ട്. KFC ഉണ്ട്. ഹിഗൻ ബോട്ടംസ് ഉണ്ട്. ഒരുപാട് ഈറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ATM ഉണ്ട്. പിന്നെ അവിടെ മദ്രാസ് കോഫി ഹൗസ് ഉണ്ട്. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു പ്രോ ടിപ്പ്, മദ്രാസ് കോഫി ഹൗസിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മൾ നേരത്തെ നടന്നു വന്ന സബ്വേയുടെ അകത്തുമുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾക്ക് വില കുറവുമാണ്. അപ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഡിപ്പാർച്ചറിൽ നമ്മൾ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ കാണിച്ചു തുടങ്ങിയിട്ടില്ല. കാരണം നമുക്കിനി ഏകദേശം 2 മണിക്കൂറുണ്ട്. ഇതാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ചെന്നൈ സെൻട്രൽ ലൗഞ്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇങ്ങനത്തെ സോഫ സീറ്റാണ്. അപ്പുറത്ത് ഫുഡ് അവൈലബിൾ ആണ്. ഫുഡിന് എക്സ്ട്രാ ചാർജ് പേ ചെയ്യണം. ഞാൻ ഫുഡിന് എടുത്തിട്ടില്ല. ഞാൻ തൽക്കാലം ഇരിക്കുന്നതിന് മാത്രം. ഇരിക്കുന്നതിന് ഒരാൾക്ക് 1 മണിക്കൂറിന് 200 രൂപയാണ് ഈ സോഫയിൽ ഇരിക്കുന്നതിന്. അവിടെ റിക്ലൈനേഴ്സ് വരുന്നുണ്ട്, പോഡൊക്കെ വരുന്നുണ്ട്. അത് നോക്കിയില്ല. ഷവറിൻ്റെ റേറ്റും പറഞ്ഞു. ചിലപ്പോൾ ഒരു ഷവർ എടുത്തേക്കും. അപ്പോൾ അത് കാണിച്ചു തരാം. വളരെ നല്ല ഫെസിലിറ്റിയാണ്. നല്ല ചെയറുകളും ഒക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ട് നല്ല സോഫയും മറ്റും അവൈലബിളാണ്. റിക്ലൈനേഴ്സിന് ഉള്ളിലാണ്. ഷവേഴ്സ് യൂസ് ചെയ്തില്ല. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഫ്രഷായിട്ട് തോന്നും. അതിനകത്തോട്ട് ഫുഡുണ്ട്. കോംപ്ലിമെൻ്ററി ചായയും കോഫിയൊക്കെ അവൈലബിളാണ്. നമുക്കതിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായി. ഇതാണ് ലൗഞ്ച്. ഇനേജ് എക്സിക്യൂട്ടീവ് ലൗഞ്ച്, യൂണിറ്റ് ഓഫ് 1011 ഹോസ്പിറ്റാലിറ്റി LLP എന്ന് പറഞ്ഞു. സംഭവം അടിപൊളിയാണ്. സംഭവം 200 റുപ്പീസാണ് അവറിൽ. അത് ഇത്തിരി എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും സംഭവം കൊള്ളാം.
ഇത് അപ്പോളോ ഫാർമസിക്ക് നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മുടെ മെയിൻ ഹാൾ വഴി എൻട്രൻസ് വഴി കയറി വന്നതിന് പകുതി ഫുഡ് കോർട്ടിന് ഏകദേശം പുറകിലായിട്ട് വരും. ഇന്നത്തെ യാത്രയിൽ നമ്മൾ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ ഫെസിലിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ക്ലോക്ക് റൂം. ക്ലോക്ക് റൂമിൽ രാവിലെ ബാഗ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. ഒരു ഒഫീഷ്യൽ വിസിറ്റിന് വന്നുകൊണ്ടും ഇവിടുന്ന് പിന്നെ ഒരു പേഴ്സണൽ യാത്രയ്ക്ക് വന്നുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കയ്യിലുണ്ട്. ഒരു ബാഗ് വെച്ചിട്ടാണ് പോയത്. നമുക്ക് ക്ലോക്ക് റൂമിൽ നമ്മുടെ ബാഗ് തിരിച്ചെടുക്കണം. ആ പരിപാടിക്ക് പോകാം. അപ്പോൾ 2 ബാഗ് വെച്ചിട്ടുണ്ട്. ബാഗ് ഒന്നിന് അവർ 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. രാവിലെ 10:30 ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗ് തിരിച്ചെടുക്കണം. ബാഗ് ഇവിടെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ RPF അവിടെ കൊണ്ടിട്ട് സ്കാൻ ചെയ്യിപ്പിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ബാഗ് എടുക്കുകയുള്ളൂ. ഒരു ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗ് കളക്ട് ചെയ്തിട്ട് പോകാം. നമ്മുടെ പെട്ടിയും ബാഗൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാഗൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നടക്കുന്നു. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 എന്ന് പുറപ്പെടാൻ അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 9 ആണ് ഫ്രണ്ടിൽ കാണുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 എന്ന് പുറപ്പെടും. അപ്പോൾ രാവിലെ 2 എത്തിയിട്ട് രാവിലെ മുതൽ അവിടെ തന്നെ കടന്നിട്ടുണ്ടാവും. ഇപ്പോൾ വൈകുന്നേരം 2 തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം 2 രാവിലെ നമ്മൾ 1 വന്നിറങ്ങിയത്. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിറങ്ങിയത്. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 തിരിച്ചു പോകുന്നത്. ഇത് 7 ഉം 8 ഉം. ഇതിപ്പോൾ അത്യാവശ്യം ചെന്നൈ സെൻട്രലിൽ തിരക്ക് കുറവുള്ളൊരു സമയമാണ്. അല്പം കഴിഞ്ഞ് ട്രെയിനുകൾ ചറപറാന്ന് ഡിപ്പാർച്ചറുണ്ട്. അപ്പോൾ അതുവരെ ഏകദേശം വലിയ തിരക്കില്ലാണ്ട് നിൽക്കുന്നൊരു ടൈം ഫ്രെയിമാണിത്. അവിടെ കിടക്കുന്നത് മുംബൈ CST സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. RMS കോച്ചൊക്കെ കാണാം. നല്ല ഭംഗിയുള്ള ഹാളാണിത്. ആ ഹാളിൻ്റെ ഭംഗിയുണ്ട്. നല്ല ഡേ ലൈറ്റ് ഇതുണ്ട്, വെന്റിലേഷനുണ്ട്. അത് കൂടാതെ താഴെ ഡിജിറ്റൽ ബോർഡുകളുടെയും മറ്റും ലൈറ്റ് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ യുണീക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. വലിയ ഫാനുകൾ, അടിപൊളി. ഈ ഹാളിൽ ഇഷ്ടംപോലെ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ എല്ലാം അവൈലബിൾ ആണ്. സ്റ്റോളുകളുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ആൾക്കാർ എല്ലാ മൂലയ്ക്ക് ആൾക്കാരുണ്ടാവും, നല്ല തിരക്കുണ്ടാവുന്ന മാത്രം. പിന്നെ ഈ വണ്ടിക്കാരെ കൊണ്ടുള്ള ഉപദ്രവമുണ്ട്. ലഗേജ് കൊണ്ട് നടക്കുന്നവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതാണ് അവരുടെ ജീവിതം. നമുക്കെന്നാൽ പ്ലാറ്റ്ഫോം നമ്പർ 2 കയറിയേക്കാം. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. 1 ഏതോ ട്രെയിൻ കിടക്കുന്നുണ്ട്, 2 ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. 2 കൃഷ്ണരാജപുരത്തിന് 39277 പുത്തുപുത്തൻ ലോക്കമെന്ന് തോന്നുന്നു. അതായിരിക്കും അപ്പോൾ ഇൻകമിങ് വന്നത്. ഇതാണ് റേക്ക്. നമുക്ക് ഫ്രണ്ടിലേക്ക് നടക്കാം. നമ്മൾ C5 നമുക്ക് C5 നടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ് KSR ബംഗളൂരു MGR ചെന്നൈ സെൻട്രൽ 12027 ആണ്. MGR ചെന്നൈ സെൻട്രൽ KSR ബംഗളൂരു. അതായത് പുരേക്ഷിത് തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ സ്റ്റേഷൻ ചെന്നൈ ടു ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ സ്റ്റേഷൻ ബംഗളൂരു ശതാബ്ദി എക്സ്പ്രസ് ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളങ്ങനെ നമ്മുടെ നടപ്പ് തുടരുകയാണ്. ഇതിപ്പോൾ E1 എത്തി. നേരത്തെ പറഞ്ഞാൽ നമ്മൾ C5. അപ്പോൾ C5 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ദൂരത്തായിരിക്കില്ല. ഈ ഇടയ്ക്ക് കാണുന്ന പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോം 2A. ഇത് സാധാരണ ചെറിയ റേക്കുകൾ, ബിത്രകുണ്ട പാസഞ്ചർ, അതുപോലെ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് പോലത്തെ ചെറിയ റേക്കുകൾ മാത്രമേ 2A എടുക്കാറുള്ളൂ. ബാക്കി വലിയ റേക്കുകളെല്ലാം അപ്പുറത്തും ഇപ്പുറത്തുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് കൊണ്ടുപോകണം പതിവ്. ഭാഗ്യത്തിന് ഓൾറെഡി AC ഒക്കെ ഓണാണ്. സമാധാനയുടെ അകത്ത് കയറി ഇരിക്കാം. മറ്റേതല്ലെങ്കിൽ പിന്നെ ചൂട് കൊള്ളുന്നത് നല്ല ചൂടുണ്ട് ചെന്നൈയിൽ. നാട്ടിൽ നിന്ന് ഒന്നുകൊണ്ടായിരിക്കും. പിന്നെ ഇത്ര നേരം 1 മണിക്കൂറോളം AC ലൗഞ്ചിലും ആയിരുന്നല്ലോ, അതിൻ്റേതായൊരു സുഖമുണ്ടായിരുന്നു. അപ്പോൾ മുംബൈ CST എക്സ്പ്രസ് പുറപ്പെട്ടു. ഇതാണ് നമ്മുടെ കോച്ച് C5 12162 ആണ്. അത്യാവശ്യം പഴക്കമുള്ള കോച്ചാണ്. നമുക്കെന്താ നമ്മുടെ C5 കയറാം. 70, 71 ആണ് സീറ്റ് നമ്പേഴ്സ്. പിന്നെ ബാക്ക് വഴി കയറുന്നതായിരിക്കും. നമ്മുടെ ഫുഡ് ലോഡിങ് ഇൻ പ്രോഗ്രസ്. നമുക്ക് നമ്മളിലേക്ക് കയറാം. കോച്ചിന് ഇൻറ്റീരിയേഴ്സ് ഇവിടെ തന്നെയാണ്. 70. അപ്പോൾ നെക്സ്റ്റ് പണിയെടുക്കാനുള്ള സമയമായി. ലോക്കോ കാണാൻ പോട്ടെ. അകത്ത് കയറിയ സമയത്ത് കറക്റ്റായിട്ട് ലോക്കോ അപ്ലൈ ചെയ്തായിരുന്നു.
ആ സമയത്ത് കൃത്യം ട്രെയിൻ ഒന്ന് അനങ്ങും, ട്രക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല അനക്കമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പോയിട്ട് നമ്മുടെ ലോക്കോ ഏതാണെന്ന് നോക്കിയിട്ട് വരാം. എനിക്കൊന്നും പുതിയ ലോക്കോ വന്നപ്പോൾ എനിക്ക് പഴയ ലോക്കോ ഡിസ്കണക്ട് ചെയ്തു, കാര്യം AC ഒക്കെ ഓഫായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. കാൺപൂരിൻ്റെ വാപ്പ് 7 37221 ആണ് നമ്മുടെ ലോക്കോ. അവിടെ ജസ്റ്റ് അവർ HOG കേബിൾസ് ജസ്റ്റ് കണക്ട് ചെയ്ത് പവറപ്പ് ചെയ്യാൻ പോകുന്നുള്ളൂ, സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നുള്ളൂ അവർ. തൊട്ടിപ്പുറത്തായിട്ട് ഏക്താ നഗർ ചെന്നൈ എക്സ്പ്രസ്, അത് കേവഡിയ ചെന്നൈ എക്സ്പ്രസിൻ്റെ റേക്ക് വന്ന് കിടപ്പുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1. അതവരിനിപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി തിരിച്ചു വരും. എന്താ സംഭവങ്ങൾ അറിയില്ല. അത് പ്ലാറ്റ്ഫോം നമ്പർ 1 ഏക്താ നഗർ അഥവാ കേവഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ലോക്കോ ഇപ്പോൾ ടേൺ ഓൺ ചെയ്യുമായിരിക്കും. അത് കാണാൻ നിൽക്കുകയാണ് ഞാനിപ്പോൾ. പാൻറ്റോഗ്രാഫ് മുങ്ങി. അപ്പോൾ സംഭവം റെഡി, 3721 റെഡിയായി, ഓണായി. ഇപ്പോൾ HOG വർക്കിംഗ് ആണെന്ന് നമുക്ക് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറപ്പെടാൻ റെഡിയാണ്. നമുക്കിനി സമയമുണ്ട്, കാര്യം നമ്മൾ 5:25 പുറപ്പെടുള്ളൂ. ഇപ്പോൾ സമയം 5 ആയിട്ടേ ഉള്ളൂ, സമയം 5:02 ആയതേ ഉള്ളൂ. നമുക്കിനി സമയമുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ തിരിച്ച് നമ്മുടെ കോച്ചിലേക്ക് പോകാം. അപ്പുറത്ത് തന്നെ കപ്ലിങ്ങിൻ്റെ പണിയൊക്കെ തീർക്കുന്നു. ഞാൻ എന്താ ജസ്റ്റ് തിരിച്ച് നടക്കുകയാണ്. ആ കിടക്കുന്ന ട്രെയിന് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ്, ഇൻകമിങ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിൻ്റെ റേക്കാണിത്. അതിതുവരെ തിരിച്ചു കൊണ്ടുപോയിട്ടില്ല. അതിനിപ്പോൾ ഇന്ന് രാത്രി മംഗലാപുരം മെയിലാവും. ഇവിടുത്തെ കപ്ലിങ്ങിൻ്റെയും HOG കേബിളിൻ്റെയൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ശതാബ്ദി എക്സ്പ്രസ് 12027 MGR ചെന്നൈ സെൻട്രൽ, KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ ശതാബ്ദി എക്സ്പ്രസ്. 12 AC ചെയർകാർ കോച്ചുകളും 2 എക്സിക്യൂട്ടീവ് ചെയർകാർ കോച്ചുകളും ഉണ്ട്. ഇപ്പോൾ 14 യാത്രാ കോച്ചുകളും 2 ജനറേറ്റർ കാറുകളും, അങ്ങനെ മൊത്തം 16 കോച്ചുള്ള റേക്കാണ്. മിക്കവാറും കോച്ചുകളൊക്കെ 2018 ബിൽഡാണ്. എനിക്ക് കിട്ടിയത് 2012 ബിൽഡാണ്. നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇനി കാണാം അവിടെ പോയിട്ട്. ഞാൻ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കാണിച്ചായിരുന്നു, കാര്യം ഓൾറെഡി യാത്രക്കാരൊക്കെ കയറി കഴിഞ്ഞായിരുന്നു. എന്നാലും നമുക്ക് ഒന്നുകൂടി പോയിട്ട് നമ്മുടെ ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ട്രെയിൻ, ശതാബ്ദി എക്സ്പ്രസ് C5 കോച്ച്. നമ്മുടെ കോച്ചിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. കോച്ചിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോച്ച്, LWSCZ AC 12161. ഇതാണ് കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇവിടെ ഫുള്ള് പാൻട്രി ഏരിയയാണ്. അവരെ ട്രേസും അതൊക്കെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഫുഡ് വെച്ചിരിക്കുകയാണ്, ഹീറ്ററും അതൊക്കെയാണ് ഇവിടെ. ഹീറ്ററുണ്ട്, അതുപോലെ കൂളറും അതൊക്കെയാണ്. അകത്തേക്കാണ് പാസഞ്ചർ ഏരിയ ഒരു പ്രാവശ്യം കാണിച്ചാണ്. യാത്രക്കാർ സെറ്റിലാവുന്നേ ഉള്ളൂ. നമുക്ക് പിന്നീട് ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. കോച്ച് മാനുഫാക്ചർ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. റെയിൽ കോച്ച് ഫാക്ടറി കപ്പൂരത്തിലാണ്, ഒക്ടോബർ 2012. അപ്പോൾ എല്ലാവരും നമ്മുടെ ശതാബ്ദി എക്സ്പ്രസ് യാത്രയ്ക്ക് റെഡിയല്ലേ? ഞാൻ റെഡി ആയിട്ടേക്കാണ്. ട്രെയിനിന് സിഗ്നൽ ഉണ്ട്, ട്രെയിൻ വിട്ടാൽ മാത്രം മതി. അടിപൊളിയാണ്. ബാക്കി കാണുന്നതാണ് നമ്മുടെ റേക്ക്. നമ്മുടെ C5 ഇതാണ് നമ്മുടെ ശതാബ്ദി എക്സ്പ്രസ്. ഇപ്പോൾ സമയം 5:24. നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. എനിക്ക് ഗ്യാപ്പിൽ കൂടെ ഒരു ആംബർ കാണാം, ബാക്കിയെല്ലാം റെഡാണ്. ഇവിടെ ഒന്ന് മാത്രം എനിക്ക് ഗ്യാപ്പിൽ കൂടെ ഒരു ആംബർ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു ഓൺ ടൈം ഡിപ്പാർച്ചർ ആവുമെന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ കൃത്യസമയമായ 5:25 ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും 12027 MGR ചെന്നൈ സെൻട്രൽ KSR ബംഗളൂരു ശതാബ്ദി എക്സ്പ്രസ് യാത്ര പുറപ്പെടുകയാണ്. ഒരു മെയിൻ ലൈൻ ഡിപ്പാർച്ചറൊക്കെ പോലെ തന്നെ എടുക്കുന്നുണ്ട് സ്പീഡ്. ഒരു മെയിൻ ലൈൻ ഡിപ്പാർച്ചർ ആവാൻ ഒരു വഴിയില്ല. ഈ ട്രെയിന് കുറേ ദൂരത്തിന് ക്രോസിംഗ് ഒന്നുമില്ല. ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ ക്രോസിംഗ് വരാൻ പോകുന്ന ആരക്കോണത്ത് എത്തുമ്പോഴാണ്.
അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ക്രോസിംഗ് ഒന്നും പിടിക്കാൻ ഡോറിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം താമസിച്ചത് ഉള്ളിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ചെന്നൈ സെൻട്രലിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു. അപ്പുറത്ത് 11008 വെസ്റ്റ് കോസ്റ്റിൻ്റെ റേക്കിനെ ഇപ്പോൾ ഷണ്ട് ചെയ്തു. ജസ്റ്റ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് അത് കിടന്നുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം 6 എടുത്ത് 5 എടുത്തിട്ടു. അത്രയേ ഉള്ളൂ, പറഞ്ഞ്. നല്ലൊരു സൺസെറ്റ് ഉണ്ടാവും ഇന്ന്. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരുമായിരിക്കും സൺസെറ്റ് പിടിക്കാൻ ഡോറി വരും തോന്നുന്നില്ല. കാര്യം നമ്മളിപ്പോൾ 1:30 നല്ല പറക്കുമായിരിക്കും. രാവിലെ കണ്ട ബക്കിംഗ്ഹാം കനാൽ വീണ്ടും കാണുന്നു. ചെന്നൈ സെൻട്രൽ എൻ്റയർ യാർഡും കാണാം ബാക്കിൽ. അപ്പുറത്തെ മൂർ മാർക്കറ്റ് കോംപ്ലക്സ് ബിൽഡിംഗ് കാണാം. അതിനപ്പുറത്തെ സ്റ്റേഡിയം കാണാം. എൻ്റയർ തിങ് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ബേസിൻ ബ്രിഡ്ജിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ഏറെക്കുറെ ഇരുട്ടത്തായിരിക്കും. കാര്യം നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് അധികം താമസിച്ചത് ഇരുട്ടാവും. അരക്കോണം വരെയൊക്കെ മാക്സിമം വെളിച്ചമുണ്ടാവും, കഴിയുമ്പോൾ ഇരുട്ടാവും. അപ്പോൾ ഏറെക്കുറെ ഇരുട്ടത്തായിരിക്കും. അപ്പോൾ ഈ യാത്രയിൽ കഴിവതും നിർത്തുന്ന സ്റ്റേഷനിൽ കാണിച്ചു തരാം. അതുകൂടാതെ ഭക്ഷണത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണാം. ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റേഷൻ വരെ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഈവനിങ് സ്നാക്ക് വന്നത്. ഇതൊക്കെയാണ് ഈവനിങ് സ്നാക്സ് ഉള്ളത്. സ്നാക്സ് 40 grams മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു സാൻഡ്വിച്ച് ഉണ്ട്, ഒരു കപ്പലണ്ടി മിഠായി ഉണ്ട്, ഒരു ഡ്രൈ മിക്സ്ചറുണ്ട്. കൂടാതെ ഇതിനുള്ള കെച്ചപ്പ് ഉണ്ട്, വെള്ളമുണ്ട്. വെള്ളം 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വന്നിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ ബോട്ടിലാണ്. സംഭവം സെറ്റായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈവനിങ്ങിൻ്റെ വെൽക്കം കിറ്റിലുള്ളത്. ഇത് കഴിഞ്ഞ അടുത്ത എന്താ വരിക ഇനിയിപ്പോൾ ഉള്ളത് സാൻഡ്വിച്ചാണ്. ഇതാണ് സാൻഡ്വിച്ച്. തക്കാളി, മയോണൈസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാം. വളരെ സിമ്പിളായിട്ട് സാൻഡ്വിച്ചാണ്. പിന്നെ ഉള്ളത് സ്നാക്സിനകത്ത് ഉണ്ടാക്കുന്നത് ഒരു ഉള്ളിപ്പക്കോടയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, ഒരു ഉള്ളിവട അഥവാ ഉള്ളിപ്പക്കോട എന്ന് വിളിക്കുന്ന സാധനമാണ്. ചായ പ്രീമിക്സ് ആണ്. ഗ്രാന്യൂൾസ് ആൻഡ് ബീൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ജിഞ്ചർ ടീ ആണ് തന്നിരിക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടമുള്ളത്ര ഐറ്റമാണ്. എന്നാലും കാപ്പിയെക്കാട്ടും വേണം ചായയാണ്. ഇതാണ് ഇതിനകത്ത് മെനു കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മെനു കാർഡ് പ്രകാരം ഡിന്നറിന് ജീര റൈസ്, പീസ് പുലാവ്, പിന്നെ 3 തവ റോട്ടി അല്ലെങ്കിൽ 2 പൊറോട്ട, ദാൽ തടക്ക സാമ്പാർ അല്ലെങ്കിൽ മൂങ് ദാൾ, പിന്നെ ഒരു പനീർ ഡിഷ്, പനീർ ദോ പ്യാസ, കടായി പനീർ, വെജ് കോഫ്ത, മിക്സ് വെജ് വിത്ത് പനീർ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഡ്രൈ സീസണൽ വെജിറ്റബിളും, പിന്നെ തൈര്,
പിന്നെ അതുപോലെ പേപ്പർ നാപ്കിന്, സോൾട്ട്, വുഡൻ സ്പൂൺ ആൻഡ് ഫോർക്ക്, സാനിറ്റൈസർ, മൗത്ത് ഫ്രഷ്നർ. ഡെസേർട്ട് കോഴ്സിനകത്ത് ഫ്രോസൺ ഡെസേർട്ട് ആണ് പറയുന്നത്. ചെന്നൈ സെൻട്രൽ വിട്ട് പെരമ്പൂരൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആവടിയൊക്കെ ആവാറായെന്ന് തോന്നുന്നു. നല്ല പോക്ക് പോകുന്നുണ്ട് എന്തായാലും. നമുക്കിവിടെ ചൂടുവെള്ളം വന്നു. ഇനിയിപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കൽ എന്ന് പറയുന്ന പ്രക്രിയ, ഈ പൊടി ആദ്യം തന്നെ പൊടിക്കണം, തുറക്കണം. തുറന്നിട്ട് ഇതിനകത്തേക്ക് ഇടുക. ഇതിനകത്തേക്ക് പൊടി മുഴുവൻ ഇടുക. പൊടി മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ട് വടിയെടുത്ത് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ ഇഞ്ചി ചായ റെഡി. സ്പീഡ് ഒട്ടും ഫീൽ ചെയ്യിപ്പിക്കാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി 125, 126 പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ പറന്നടിച്ചു വന്നത് തിരുവാലങ്കാട് എത്തി. തിരുവാലങ്കാട് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യണം. സ്പീഡ് കുറച്ചു, ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് സ്പീഡ് കുറച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്ലോ ലൈനിലേക്ക് സ്കിപ്പ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ അരക്കോണം സ്കിപ്പ് ചെയ്തങ്ങ് പോകും. നമ്മുടെ കോച്ച് ഏറെക്കുറെ ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫാസ്റ്റ് ലൈൻ വിട്ട് സ്ലോ ലൈനിലേക്ക് കയറി. ഇതൊക്കെ എന്താണ് ഇനി 30 kmph പോയിൻറ്റ്സ് മാറിയിട്ട് 50 kmph പോയിൻറ്റ്സ് ആകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അരക്കോണം എത്തുന്നു. ഒരു G9 നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ, ഫ്ലാറ്റ് ബെഡ് വാഗണുമായിട്ട്. നമ്മുടെ മൈസൂർ ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഏറെക്കുറെ അരക്കോണം സ്റ്റേഷനിലെത്തിയിട്ടുണ്ടാവും ഇപ്പോൾ. ലോഡഡ് ആണെന്ന് തോന്നുന്നു അല്ലേ, ബോക്സ് ആൻഡ് ട്രേക്കാണ്. പുളിയമംഗലം സ്റ്റേഷനെത്തി. ട്വിൻ G9s ആയിരുന്നു, ഫുള്ളി ലോഡഡ് ട്രേക്കല്ല. മിക്കവാറും വന്ദേ ഭാരത്തിൽ കടന്നു പോകണം. ഞാൻ അരക്കോണം സ്റ്റേഷനിൽ ഇറങ്ങി വിട്ടിട്ട് നേരിട്ട് അവനെ ഫാസ്റ്റ് ലൈനിലേക്ക് കയറ്റി വിട്ടു. റേക്കിൻ്റെ വെള്ളയൊക്കെ ഒരു കോലം കേട്ടോ. ഈ റേക്ക് ഈ വർഷം POHന് ഡ്യൂ ആവും, 2 വർഷമാവും. ഈ വർഷം മിക്കവാറും POHന് ഡ്യൂ ആവും ഈ റേക്ക്. സദേൺ റെയിൽവേയിലുള്ള 2 16 കാർ വന്ദേ ഭാരത്തുകളിൽ ഒരെണ്ണമാണിത്. മറ്റേത് എവിടെ ഓടുന്നത് അറിയില്ല. മറ്റേ തിരുവനന്തപുരം കാസർഗോഡാണ് ഓടുന്നത്.
പതുക്കെ പോകാൻ സ്പീഡ് പിക്കുന്നുണ്ടോ? പോയിന്റ്സ് കാരണം കഴിയുമ്പോൾ പറന്നു പോയതിന് നമ്മളും പുറപ്പെട്ടു. അങ്ങനെ ഒരു അരക്കോണം സ്കിപ്പ് കാണാം നമുക്ക്. ഈ കോച്ചുകൾക്ക് ഒരു അറ്റത്ത് ഒരു ടോയ്ലറ്റേ വരുള്ളൂ. കാര്യം മറ്റേ ടോയ്ലറ്റിൻ്റെ സ്ഥലത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ് ഇരിക്കുന്നത്. ഇത് കാരണം ഇവിടെ ഒരു ടോയ്ലറ്റ് വരില്ല. ഇവിടെ മാത്രമാണ് ടോയ്ലറ്റ് ഉള്ളത്. പിന്നെയുള്ളത് കോമൺ ഏരിയയിൽ നേരത്തെ കാണിച്ച പോലെ ഒരു ഗാലിയാണ്. അവിടെ സാനിറ്ററിയൊക്കെ മറ്റും സൂക്ഷിക്കാനുള്ള സൗകര്യവും ഇപ്പോഴത്തെ സൈഡിൽ ഹീറ്റിംഗ് എക്യുപ്മെൻറ്റും. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 1.5 മണിക്കൂർ ഓടി നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ കാട്ട്പാടിയിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വണ്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന മൈസൂർ ചെന്നൈ ശതാബ്ദിക്ക് കാട്ട്പാടിയിൽ സ്റ്റോപ്പില്ല. ആ വണ്ടിക്ക് മൈസൂർ വിട്ടാൽ പിന്നെ ബാംഗ്ലൂർ സിറ്റിയും അതിനെ പിന്നെ ചെന്നൈ സെൻട്രൽ വേണം. ഈ വണ്ടിക്ക് ഈ ഡയറക്ഷനിൽ ചെന്നൈ സെൻട്രൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാട്ട്പാടി ഉണ്ട്, ജോലാർപേട്ട ഉണ്ട്, ബാംഗ്ലൂർ കന്റോൺമെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാണ് ബാംഗ്ലൂർ എത്തുന്നത്. Shatabdi Superfast Express, platform number 8. നമ്മളങ്ങനെ കാട്ട്പാടിയിലെത്തി. ഓഫ്കോഴ്സ് നമ്മുടെ യാത്രയുടെ അവസാനിക്കുകയല്ല, നമ്മൾ ജസ്റ്റ് യാത്രക്കാർക്ക് ഇറങ്ങാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. ഇവിടെ നിന്നാണ് ഫുഡ് ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഫുഡൊന്നും ലോഡ് ചെയ്യുന്നൊന്നും കണ്ടില്ല. ഇപ്പോൾ സ്ഥലം മാറിയോ വേറെ ഏതെങ്കിലും കോച്ചോടാണ് ലോഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളതല്ല. നമുക്ക് പോകാനുള്ള സിഗ്നലായി മഞ്ഞ സിഗ്നൽ കാണാം. മഞ്ഞാണോ അതിന് പച്ച മീറ്റല്ല, ഇത് ലൂപ്പ് ലൈനാണ്. അപ്പോൾ മഞ്ഞ തന്നെ ഉണ്ടാവുള്ളൂ. കൃത്യസമയമാണ് 7 മണിയായി. അതാ വണ്ടി വിടുകയും ചെയ്തു. ഹോണൊന്നും അടിച്ച് തരുമ്പോൾ വണ്ടി വിട്ടും കഴിഞ്ഞു. എന്തുകൊണ്ടിത് നല്ല സ്പീഡിലെടുത്തത്. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ജോലാർപേട്ടയിലാണ്. ഈ ട്രെയിനിൽ ശരിക്കും ജോലാർപേട്ടയിൽ നിന്ന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് സ്റ്റോപ്പ് കൊടുത്താണ്. ജോലാർപേട്ടയിൽ നിന്ന് ആരെങ്കിലും കയറുമെന്ന് തന്നെ അറിയില്ല. കാരണം ജോലാർപേട്ട എന്ന് പറഞ്ഞാൽ റെയിൽവേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൗൺ ആണെന്നല്ലാണ്ട് അവിടുത്തെ ടൗൺ അത്ര വലുതല്ല. ഒരു ചെറിയ സൈസ് ടൗണാണ്. അത് ഉള്ളത് തിരുപ്പത്തൂരിലാണ്, ജോലാർപേട്ടയിലല്ല.
ഇവിടെയും അമൃത് ഭാരത് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കാട്ട്പാടി ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി ജോലാർപേട്ടയിലാണ് അടുത്ത സ്റ്റോപ്പ്. അതിന് മുമ്പ് ഫുഡ് സെർവ് ആവുമോ എന്നറിയില്ല. എന്തായാലും ഇനി എന്താണ് അടുത്ത് സംഭവിക്കുന്നത് നമുക്കത് കാണാം. ഡിന്നർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിന്നർ ഇവിടെ ഉണ്ട്. ശതാബ്ദി എക്സ്പ്രസ് ഡിന്നർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയേഴ്സ്. ഡിന്നർ വന്നിട്ടുണ്ട്. ഡിന്നർ ഇത് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു കറി, ദാല്, റൈസ്, പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ, സ്പൂണ്, തൈര്, ഇതൊക്കെയാണ്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് കണ്ടൻസ്. ഇതാണ് ഭക്ഷണം. തുറന്ന് നോക്കിയപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈസുണ്ട്, ദാളുണ്ട്, ഇതൊരു പനീറിൻ്റെ കറിയാണ്. പിന്നെ ഒരു ഡ്രൈ സബ്ജി ഉണ്ട്, 3 ചപ്പാത്തി ഉണ്ട്, അതുപോലെ തൈരുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നറിലുള്ളത്. നമ്മൾ ഡെസേർട്ട് വന്നു. ഇപ്പോൾ തന്നെ കൊണ്ടുവന്ന് വിളമ്പി തുടങ്ങി. ഡെസേർട്ട് അമൂലിൻ്റെ ഐസ്ക്രീമാണ്. ഏതാ ഫ്ലേവർ എന്നറിയില്ല. അമൂൽ ലൈറ്റാണ് സാധനം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ജോലാർപേട്ടയിലെത്തി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തോട്ടേക്ക് കവർ ചെയ്യുന്നില്ല. ഏത് പ്ലാറ്റ്ഫോം എന്നറിയില്ല. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും സ്റ്റേഷൻ ബിൽഡിംഗ് ഈ സൈഡിലാണ്. കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും വണ്ടി പുറപ്പെടുന്നില്ല. സമയം ഇപ്പോൾ 8:09. ഇപ്പോൾ ജസ്റ്റ് 8:10. ഇവിടുന്ന് ഈ വണ്ടിക്ക് പുറപ്പെടാനുള്ള സമയം 8:15. പിന്നെ 5 മിനിറ്റ് കൂടി നമ്മളിവിടെ കിടന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ എന്നാലും ശരി, എന്നാൽ പുറത്തിറങ്ങിയേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ജോലാർപേട്ട സ്റ്റേഷൻ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കാണ് സ്റ്റോപ്പ് കൊടുത്തിട്ട് അധികം കാലം ആയിട്ടില്ല. വണ്ടി ബിഫോർ ടൈം ഓടി എത്തിയതുകൊണ്ട് നമ്മൾ കുറച്ചധികം നേരം കാത്തു നിൽക്കേണ്ടിയും വന്നു. സമയം 8:15 കൃത്യം. അവിടെ ഒരു സിഗ്നൽ കാണുന്ന റെഡാണ്. അതാണോ സ്റ്റാർട്ടർ എന്നറിയില്ല. പിന്നെ അത് അപ്പുറത്തെ ലൈനിൻ്റെ സിഗ്നലാണോ എന്നും അറിയില്ല. ഇവിടെ ഡ്യൂട്ടി സ്റ്റേഷൻ സൂപ്രണ്ടൻറ്റിൻ്റെ ഓഫീസിന് മുന്നിൽ എന്തോ വലിയൊരു ആൾക്കൂട്ടമുണ്ട്. അവിടെ നിന്ന് സെലിബ്രേഷൻ വന്നു. വേറെ ഫോട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രോബ്ലി പുള്ളി റിട്ടയർ ആവുന്നതിൻ്റെ വല്ലതും ആഘോഷമായിരിക്കാം. കൃത്യം 8:15 തന്നെ പുറപ്പെട്ടു. അപ്പോൾ ആ കണ്ട സിഗ്നൽ നമ്മുടെ സ്റ്റാർട്ടർ അല്ലായിരുന്നു. അവിടെ ഒരു സിഗ്നൽ കാണാമായിരുന്നു. ഇപ്പോൾ റെഡാണ്. ഇവിടെ എനിക്കൊന്ന് റിട്ടയർമെൻറ്റ് പാർട്ടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സെൻഡ് ഓഫ് പാർട്ടി വല്ലതായിരിക്കും. നമ്മളങ്ങനെ ജോലാർപേട്ട എന്ന് പറഞ്ഞിട്ട് മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. കാര്യം അത്യാവശ്യം സ്പീഡിന് വിട്ടത്. നമ്മൾ മിക്കവാറും ബാംഗ്ലൂർ മെയിൻ ലൈനിലോട്ട് ഓൾറെഡി കയറി കഴിഞ്ഞു വേണം. അതായിരിക്കും മെയിൻ ലൈൻ ഡിപ്പാർച്ചർ ആയിരിക്കാം. വേറെ ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടർ. ഞാനിപ്പോൾ ഒരു സിഗ്നൽ കണ്ടു. റൈറ്റിലോട്ട് മിക്കിയൊക്കെ കാണാം. മിക്കൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പോഴാണ് കേട്ടത്. അപ്പോൾ നമ്മളങ്ങനെ ജോലാർപേട്ട ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ കണ്ടോൺമെൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷൻ അഥവാ KSR ബാംഗ്ലൂർ ജംഗ്ഷൻ. എന്നാൽ പിന്നെ നമുക്കിനി വണ്ടി അടുത്ത സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ കാണാം. വണ്ടി ഏറെക്കുറെ ഫുള്ളാണ്. ഇപ്പോൾ ജോലാർപേട്ടയും കഴിഞ്ഞു. അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. ഡേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ലഗേജ് വയ്ക്കുന്ന സൗകര്യമാണ്. കണ്ടില്ലേ, എല്ലാം പാക്ഡാണ്. നമ്മളങ്ങനെ ബാംഗ്ലൂർ കണ്ടോൺമെൻ്റ് എത്തി. ബംഗളൂരു ഛാവനി. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. അപ്പോൾ ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കിട്ടണമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ ബംഗളൂരു ഛാവനി അഥവാ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റിലെത്തി. ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. സമയം ഇപ്പോൾ 10 മണി കൃത്യം. ഇൻകമിങ് ട്രെയിൻ ആയതുകൊണ്ട് ഇവിടെ കറക്റ്റ് സമയമാവുന്നവർ വെയിറ്റ് ചെയ്യിപ്പിക്കുകയോ നേരത്തെ എടുത്ത് പോകുമോ എന്നുള്ളത് അറിയില്ല. നമ്മളെല്ലാവരും എങ്ങനെ സംഭവിക്കുന്നുള്ളത് നോക്കാം.
10:05 നമ്മളിവിടുത്തെ ഷെഡ്യൂൾഡ് ഡിപ്പാർച്ചർ ടൈം. ലെറ്റ്സ് സീ. ഇപ്പോഴത്തെ സൈഡിലൂടെ പുതിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ പണിതിരിക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം 1A മുതൽ 1E വരെ, അതായത് 5 പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പോഴത്തെ പുതിയതായിട്ട് ടെർമിനൽ പ്ലാറ്റ്ഫോംസ് പണിതിരിക്കുന്നത്. അത് സബർബൻ ഇതിനു വേണ്ടിയാണ് പണിത്. 1A, 1B, 1BC, 1D, 1E എന്നും പറഞ്ഞു. അതെന്തിനാണ് 1ABCDE ഇട്ടെന്നറിയില്ല, പകരം നമ്പേഴ്സ് ഇടായിരുന്നില്ലേ, വാട്ടർ ഇറ്റ്സ്. ഇപ്പുറത്താണ് ആ പുതിയ പ്ലാറ്റ്ഫോംസ്. നമ്മളതിൻ്റെ ഇത് അടുത്ത് തന്നെ വന്നിരിക്കുന്നത്. അതേവിടെ C5, കറക്റ്റ് C5 ബോർഡിനടുത്ത് തന്നെ ഡോർ വന്നു. പക്ഷേ ഇതിനകത്തൊക്കെ കയറാനില്ല, ഇറങ്ങാനില്ല. നേരത്തെ എത്തിയായിരുന്നെങ്കിലും നേരത്തെ വിട്ടില്ല. മണി 10:05. കറക്റ്റ് ടൈം 10:05 തന്നെ എടുത്തുള്ളൂ കേട്ടോ. 10:05 ഇപ്പോൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പുറപ്പെട്ടു. ഇൻകമിങ് ട്രെയിൻ ആയതുകൊണ്ട് ഇവിടെ ബോർഡിംഗ് ഇല്ലാത്തതുകൊണ്ടും സത്യം പറഞ്ഞാൽ റെയിലിലേക്ക് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ബിഫോർ ടൈം വണ്ടി എടുക്കാവുന്നതാണ്. എന്തായാലും അതിനൊന്നും മെനക്കെട്ടില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ കറക്റ്റ് ടൈം തന്നെ എടുത്തു. ഇവിടെ പുറത്തൊരു പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങിന് പണി നടക്കുന്നുണ്ട്. ഇവിടെ ഒരു എക്സ്റ്റെൻസീവ് റീഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇതാണ് കാന്റോൺമെൻറ്റ് സ്റ്റേഷൻ്റെ കവേർഡ് ഏരിയ. ഇതായത് കാന്റോൺമെൻറ്റ്. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ സ്റ്റോപ്പ് വണ്ടിയുടെ ഡെസ്റ്റിനേഷനായ KSR ബംഗളൂരു സിറ്റിയാണ്. അപ്പോൾ നമുക്കിനി പതുക്കെ നമ്മുടെ ബാഗ്സൊക്കെ എടുത്ത് വയ്ക്കാം ഒക്കെ ചെയ്യാം. അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പ്ലാറ്റ്ഫോം 3യിലേക്കാണ് തോന്നുന്നു വന്നിരിക്കുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3യിലാണ് എത്തിയിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 3 ഓഫ് ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷനിൽ നമ്മൾ ജസ്റ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സമയം 10:17. അപ്പോൾ നമ്മൾ ഏകദേശം 8 മിനിറ്റോളം ബിഫോർ ടൈമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും കമൻസൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.